പറഞ്ഞല്ലോ. ഞാൻ എക്സ്പ്രഷൻ എടുത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ആ എക്സ്പ്രഷൻ ഒന്ന് പറഞ്ഞേ, ഫുള്ളായിട്ട് പറഞ്ഞേ, എല്ലാരും കേൾക്കട്ടെ. പകുതി പേരും അന്ന് ക്ലാസ്സിലില്ലായിരുന്നു. ആംഗുലർ വെലോസിറ്റി മിസ് ഇപ്പം പറഞ്ഞ ഇക്വേഷൻ അല്ലേ? ആ ഇക്വേഷന്റെ ആ എക്സ്പ്രഷൻ പറ. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഒമേഗ ഇ, അതല്ലേ വേണ്ടേ? ഇക്വേഷൻ പറഞ്ഞു. ബീറ്റ പി ഇൻറ്റു വി പി മൈനസ് വി സീറോ. ഒമേഗ ഈക്വൽ ടു ബീറ്റ പി. ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നില്ലേ, 4 ക്വസ്റ്റ്യൻ, അതില് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറ. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് proportional to difference between axial velocities. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ഡിഫറൻസ്, വെലോസിറ്റി ഡിഫറൻസിന്റെ എക്സ്പ്രഷൻ വന്നോ? ഒമേഗ ഇ ഈക്വൽ ടു And vp minus v, അപ്പം അതല്ലേ ഡിഫറൻസ്? വി പി മൈനസ് വി നോട്ട് എന്ന് വന്നു. പറഞ്ഞത് അപ്പൊ ഡിഫറൻസ്. എക്സ്പ്രഷൻ പ്രൂവ്ഡ് ആയില്ലേ? ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഓഫ് ആക്സിയൽ വെലോസിറ്റി. അപ്പൊ ഒമേഗ ഈക്വൽ ടു, അതിൽ ആ ഡിഫറൻസ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വന്നില്ലേ, വി പി മൈനസ് വി സീറോ. വന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ്ഡ് ആയല്ലോ. അപ്പോ ഹെൻസ് പ്രൂവ്ഡ്, ആ സ്റ്റേറ്റ്മെന്റ്, ആ എക്സ്പ്രഷൻ, ഒമേഗ ഇയുടെ എക്സ്പ്രഷൻ ഒരു ബോക്സിലാക്കിയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വേ. അത് വേറെ, അതായത് അണ്ടർലൈൻ ചെയ്ത് സ്പെഷ്യൽ ആയിട്ട്, അതായത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് എഴുതി വേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഡെറിവേഷൻ മനസ്സിലായോ? അഭിജിത്തെ നോട്ട് എഴുതിയോ അന്നത്തെ ഡെറിവേഷൻ? ആരും എഴുതിയില്ലേ നോട്ട്? നാളെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് അല്ലേ, വരുമ്പോ ഞാൻ നോട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ആ ഡെറിവേഷൻ പറഞ്ഞു തരാം നാളെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, ഈ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ നാളെ ആ ഡെറിവേഷൻ പറഞ്ഞു തരാം. ഓക്കെ, അശ്വിത ആ സ്റ്റേറ്റ്മെന്റ് വരെ എഴുതി വേ. മിസ് എഴുതി. എല്ലാരും അന്ന് ക്ലാസ്സിലുള്ള എല്ലാരും ആ സ്റ്റേറ്റ്മെന്റ് വരെ എഴുതി വേ. ഒമേഗ ഇയുടെ എക്സ്പ്രഷൻ ഒരു ബോക്സിൽ അയക്കൂ. ആ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ആ സ്റ്റേറ്റ്മെന്റ് ലിങ്ക് ആവുന്നുണ്ട്. അതായത് ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി axial velocities, difference of axial velocities. Okay. Next, we will move on to the derivation of convection current in traveling wave tube. Okay. Now we can start the derivation of convection current. Okay. എല്ലാവരും ആ ഫിഗർ ഇതിൽ വരച്ചേ. കൺസ്ട്രക്ഷൻ വൈസ് ഞാനൊരു ഫിഗർ നിങ്ങൾക്ക് തന്നു, ട്രാവലിംഗ് വേവ് ട്യൂബിന്റെ construction wise, physical construction of traveling wave tube. Please draw that figure in your note.
ഞാൻ ആ ഫിഗർ വരച്ച് സമയം കളയുന്നില്ല. Physical construction of traveling wave tube. ഫിഗർ. ഓക്കെ, ഈ ഫിഗർ എല്ലാവരും വരച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഫിഗർ വരച്ചു. ഓക്കെ, അതിൽ ഫസ്റ്റ് ഫിഗർ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് ട്രാവലിംഗ് വേവ് ട്യൂബ്. ഓക്കെ, വാട്ട് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാവലിംഗ് വേവ് ട്യൂബ്? In a short manner, we can say that electron beam is produced from the electron gun and cathode, and what happens in the helical slow wave structure? Interaction occurs. Okay, interaction of beam and RF signal takes place, due to which there will be a axial electric field. Okay, an axial electric field is produced, and therefore എന്താണ് ഫാരഡേസ് ലോ അനുസരിച്ച് ഒരു ഫീൽഡ് ഉണ്ടായാൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, therefore a current is induced. Okay, this current is known as convection current. Okay, convection current. Okay, എന്താണ് കൺവെക്ഷൻ കറണ്ട്? ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ആയി അവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇന്ററാക്ഷൻ ഓഫ് ബീം ആൻഡ് RF സിഗ്നൽ അവിടെ നടക്കും, ഒരു ഇന്ററാക്ഷൻ നടക്കും, ഡ്യൂ ടു വിച്ച് an axial electric field produces, and due to the field a current is induced in the slow wave structure. Okay, this current is known as convection current. That is, we can represent it as small I. Okay, small I. Okay, please write down. എല്ലാവരും എഴുതിക്കേ. The convection current is the convection current is the current in the electron beam, current in the electron beam induced by the axial electric field. Axial electric field. The convection current is the current in the electron beam induced by the axial electric field. Okay, എന്താണ് ആ സ്ലോ വേവ് സ്ട്രക്ചറിൽ നടക്കുന്ന മെയിൻ തിങ്?
velocity modulation. Okay, velocity modulation takes place in the helical slow wave structure. Okay. Okay. But there's a thing. Okay. Apart from this velocity modulation, there will be a fluctuation in charge density and current density also. Okay. Velocity modulation endana? Change in velocity. Okay, velocity modulation is the change in velocity, but apart from this velocity modulation, there occurs change in charge density. What is charge density? Charge density. Change in charge density and also current density. Okay, apart from velocity modulation, there will be change in charge density and also current density. Please write this point. എല്ലാവരും നോട്ടിൽ ഇത് എഴുതുന്നുണ്ടോ? In addition to the velocity modulation, എഴുതിക്കേ. In addition to the velocity modulation, the electron beam also experience a fluctuation in charge density and current density. Okay. In addition to the velocity modulation, the electron beam also experience a fluctuation in charge density and current density. Okay. Okay, നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. Therefore, there will be velocity modulation and change in what? Charge density and current density. Okay, so we have to write equations for this three process. Okay. Okay, so please write V0, rho 0 and J0. Please write let V0 is the static RF velocity. Okay, V0 is the static RF velocity and rho 0 is the static charge density and what is J0? Static current density. Please write these notations V0, rho 0 and J0. Okay. Okay. Static condition അതായത് ഇനീഷ്യൽ കണ്ടീഷനിൽ ഉള്ള RF velocity, charge density and current density അതാണ് V0, rho 0, J0 denote ചെയ്യുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? There is change in velocity, charge density and current density from the initial value. Initial value ആയ V0, rho 0, J0 എന്ന് change സംഭവിക്കും. Therefore, we will denote it as V1, rho 1 and J1. Okay, the changed values we can denote it as V1, rho 1 and J1. Okay, please write what is V1. V1 is the we can denote it as
time period velocity. Okay, time period velocity. And rho 1 is the time period charge density. Okay, and J1 is the time period current density. Okay, എഴുതി ഇത്ര എല്ലാവരും ഇനീഷ്യൽ കണ്ടീഷനിലുള്ള V0, ρ0, J0 ഫൈനൽ അതായത് ചേഞ്ച് ആയതിനു ശേഷമുള്ള കണ്ടീഷൻസ് V1, ρ1, J1. എഴുതിയോ? Can I move to next step? Okay. Now we will write the expressions. We have seen what is V0, ρ0, J0 and what is V1, ρ1 and J1. Okay. Now we will write the expression. Okay. First, we can write the expression of V, velocity. We can write it as V equal to V0 plus V1 e raised to j omega t minus rho z. Okay. Equation number 1. എങ്ങനെയാണ് equation V വന്നത്? In traveling wave 2, നമ്മൾ എഴുതി V0 is the what? Velocity during the static അല്ലെങ്കിൽ initial condition. Change ആയതിനു ശേഷം, modulate ആയതിനു ശേഷം V1 e raised to j omega t minus rho z. Why we have written e raised to? Because in traveling wave tube, last class we have written as the wave is propagating. Always the wave is propagating. Okay. Therefore, e raised to j omega t minus rho z represents the propagation of the wave. Okay, that is propagation constant. Okay, either initial condition, either change ആയി last നമുക്ക് കിട്ടുന്ന propagation depict ചെയ്യുന്ന value e raised to j omega t minus rho z. അതാണ് propagation depict ചെയ്യുന്നത്. Okay, ഇതേ same conditions വെച്ച് നമുക്ക് എഴുതാം. We can write the equation for charge density and also current density. Okay, this is equation number 1, and now we will write the expression for charge density rho equal to ρ0 plus ρ1 e raised to j omega t minus rho z, that is 2, equation number 2, and current density J0. നമുക്ക് J0ക്ക് നെഗറ്റീവ് കൊടുക്കാം. Okay, because now we are considering the z axis. Okay, z axis. In all these cases, we are considering the direction of propagation as z axis. Okay, but in this case, when the direction of J0 is positive, we have to write the opposite. Okay, equation പണ്ടേ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം J0 എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എഴുതുക. മൈനസ് J0 പ്ലസ് J1 e raised to j omega t minus rho z. ഇത്ര എഴുതിയോ? Equation for V, rho and J. നെഗറ്റീവ് എന്തുകൊണ്ടാണ്? For positive is a direction. Positive is a direction. J0 will be considered as negative. Okay. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് എഴുതിയത്. എല്ലാവരും എഴുതിയോ 3 ഇക്വേഷൻ? ഇക്വേഷൻ 1, 2, 3. Okay. Last class നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി, ഇലക്ട്രിക് ഫീൽഡ് E z. What is that equation?
in the derivation of velocity modulation. Now we will write the equation for electric field in Z direction. Okay. The electric field in Z direction is given by Ez equal to E1, e raised to j omega t minus gamma Z. Okay. This is equation number 4. എങ്ങനെയാണ് ഇക്വേഷൻ വന്നത്? ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇസഡ് ഡയറക്ഷനുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം? The total field, okay, the total field E1, the total applied field E1 and the component e raised to j omega t minus ഗാമ ഇസഡ്. ഓക്കെ, ഇത് ടോട്ടൽ ഫീൽഡ് ആണ് ഡെബിക്ട് ചെയ്യുന്നത്. അപ്പൊ ഇസഡ് ഡയറക്ഷനുള്ള ഫീൽഡിന്റെ പ്രൊപഗേഷൻ ആണ് ഈ ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഗാമ ഇസഡ്. എഴുതിയോ എല്ലാരും? Okay, next step. What is the equation of current density? Standard equation current density. We know current density J equal to rho V. Standard equation current density J equal to rho V. Okay, this is equation number 5. Please write this equation. നമുക്ക് റോയിന്റെയും വിയുടെയും വാല്യൂ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 1 and 2. അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ട് ജെ ഈക്വൽ ടു substitute equation 1 and 2 in 5. What is equation for rho? J equal to rho 0 plus rho 1 e raised to j omega t minus gamma z. And what is equation of V? V0 plus V1 e raised to j omega t minus gamma z. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. ഈക്വൽ ടു ജെ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ? റോ 0 V0 പ്ലസ് റോ 0 V1 e raised to j omega t minus gamma z പ്ലസ് ഇതും ഈ ബ്രാക്കറ്റും റോ 1 e raised to j omega t minus gamma z into V0 plus rho 1 V1 e raised to j omega t minus gamma z. ഇനി കോമൺ എടുക്കാനുള്ള കോമൺ എടുത്ത് ഈക്വൽ ടു ഫൈനലി വി വിൽ ഗെറ്റ് റോ 0 V0 പ്ലസ് ബ്രാക്കറ്റിൽ റോ 0 V1 പ്ലസ് റോ 1 V0 ഇൻറ്റു ഇ റേസ് ടു j omega t minus gamma z പ്ലസ് റോ 1 V1 ഇ റേസ് ടു
j omega t minus gamma z. എല്ലാവർക്കും ഇത്രയും കിട്ടിയോ? ആരെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പറഞ്ഞു. ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ? ജസ്റ്റ് j ഈക്വൽ ടു റോ വി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 and 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അത്രേ ചെയ്തുള്ളൂ. Therefore, we will get j equal to rho 0 v0 plus rho 0 v1 plus rho 1 v0 into e raised to j omega t minus gamma z plus rho 1 v1 e raised to j omega t minus gamma z. Okay. Now, assume that rho 1 v1 equal to 0. Take the condition rho 1 v1 as 0. Okay, then substitute the value of rho 1 v1. What happens? J becomes rho 0 v0 plus rho 0 v1 plus rho 1 v0 e raised to j omega t minus gamma z. ഇത് 0 ആവും. റോ 1 v1 0 ആവുമ്പോൾ ഈ ടേം ക്യാൻസൽ ആവും. ഇത് ഇക്വേഷൻ നമ്പർ 7. എഴുതിയോ ഇത്രയും? എഴുതിയോ? Okay, next. What is the expression of j? That is equation number 3. j equal to minus j0. Equation number 3 എടുത്ത് j equal to minus j0 plus j1 e raised to j omega t minus gamma z. Okay. Equation number 3യും equation number 7ഉം ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ. both the LHS are same, that is j. Okay, therefore compare equation number 3 and equation number 7. Compare equation number 3 and equation number 7. Okay, so minus j0, we can write, equate the RHS of both equation. Minus j0 plus j1 e raised to j omega t minus gamma z equal to the RHS of the equation number 7. Rho 0 v0 plus v1 rho 0 plus v0 rho 1 e raised to j omega t minus gamma z. Okay. While comparing these two equations or these two RHS of both equations, we can conclude എന്തായിരിക്കും ഇത് രണ്ടും ഈക്വൽ ടു ആകുമ്പം നമുക്ക് മൈനസ് j0 റോ 0 v0 എന്ന് കൺസിഡർ ചെയ്യാലോ. ആൻഡ് ഈ ടേമിലെ j1 v1 റോ 0 പ്ലസ് v0 റോ 1 ആയിട്ട് കൺസിഡർ ചെയ്യാലോ. ഇത് രണ്ട് e raised to അല്ലേ. ഓക്കെ, therefore we can write minus j0 equal to rho 0 v0 and we can write j1 as rho 0 v1 plus rho 1 v0. Okay, this is equation number 8 and this is equation number 9. എല്ലാവർക്കും ഈ സ്റ്റെപ്പ് മനസ്സിലായോ? Okay. Now we will write the equation for
law of motion. Newton's law of motion. Last class we have written the equation for Newton's law of motion. F equal to ma. Okay, therefore please write the electric field Ez. The electric field Ez. The electric field Ez causes the electron motion. Causes the electron motion. Causes the electron motion and by the law of electron motion, by the law of electron motion, by the law of electron motion, we can write ma. ma എന്താണ്? m into we can write a as dv by dt. Okay, equal to minus e into ez. Okay. Therefore, again we will write m dv by dt equal to minus e, substitute for ez. What is ez? Equation number 4. Equation number 4 substitute either. Substitute equation 4. Ez can be written as E1 e raised to j omega t minus gamma z. That is equation number 10. ഇത്ര എഴുതിയോ എല്ലാവരും? എഴുതിയോ ഇത്രയും? m dv by dt equal to minus e1 e raised to j omega t minus gamma z. Okay. ഇനി equation number 1 എഴുതിക്കേ എല്ലാവരും. Equation number 1. What is equation number 1? V equal to V0 plus V1 e raised to j omega t minus gamma z. Differentiate either. Differentiate with respect to t. dv by dt equal to ഇത് 0 ആവും. ഓക്കെ, പ്ലസ് v1 ഇ റേസ് ടുവിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഗാമ ഇസഡ് ഇൻറ്റു ടേക്ക് ദ ഡിഫറൻഷിയേറ്റ് ഓഫ് ദിസ് ബ്രാക്കറ്റ് ടേം. എന്തായിരിക്കും? ജെ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ ജെ ഒമേഗ മൈനസ് ഗാമ ഇസഡ് എന്താവും? ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, therefore dz by dt. ഓക്കെ, ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ dv by dt equal to b1 e raised to j omega t minus gamma z into j omega minus gamma dz by dt. എഴുതിയോ എല്ലാരും? എഴുതിയോ? dv by dt. ഇത് ഇക്വേഷൻ നമ്പർ 11. ഓക്കെ, ബാക്കി ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പം കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഡെറിവേഷനും ഇപ്പം ഞാൻ പഠിപ്പിച്ച ഡെറിവേഷനും നോട്ടിൽ കണ്ടിരിക്കണം. ഞാൻ ചെക്ക് ചെയ്യും നോട്ട്. ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. നിങ്ങൾ ആരും എഴുതത്തില്ല ഇത് ക്ലാസ്സിലിരിക്കാത്തതുകൊണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ ഡെറിവേഷനും ഈ ഡെറിവേഷൻ ഇൻക്ലൂഡിങ് ആ ഫിഗറും, ഈ ഡെറിവേഷൻ ആ ഫിഗറും വരച്ചിരിക്കണം. ഇക്വേഷൻ നമ്പർ 11 വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഫസ്റ്റ് ട്രാവലിംഗ് വേവ് ട്യൂബിലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച്
അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? v ഈക്വൽ ടു, അതായത് വെലോസിറ്റി മോഡുലേഷന്റെ ഇക്വേഷൻ എന്താണ്? വിയും റോയും ജെയും അത് നമ്മൾ എഴുതി. നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇ സെഡ് എഴുതി. ഇ സെഡ് ഈക്വൽ ടു E1 e raised to j omega t minus gamma z, and also we have written the equation for current density J equal to rho into V and substituted the value or expression for rho and V. Okay, after substituting, just we have solved the bracket terms and written as J equal to and we have assumed the rho 1 V1 equal to 0, and finally we have got the value of J0 and J1, and also till what? We have taken the derivative of V. Okay, ഇതുവരെ നോട്ടി കണ്ടിരിക്കണം ഇത്രയും. Okay.